ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ്. അതിനകത്ത് നമ്മുടെ ഒരു ദേവഭൂമിയിലൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കൃതിയുടെ കർത്താവാണ് MK രാമചന്ദ്രൻ എന്ന് പറയുന്നത്. കൃതിയുടെ കർത്താവാണ് MK രാമചന്ദ്രൻ. പിന്നെ ഇതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് 84 വടക്ക്, 376 വടക്ക്, അത് അക്ഷാംശം. അതിന് രേഖാംശം വന്നിട്ട് 68 7 കിഴക്ക് മുതൽ 97 25 കിഴക്ക് വരെ. അടുത്ത ഇന്ത്യ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ 3 വർഷം സമുദ്രത്താൽ ചുറ്റപ്പെട്ട വിഭാഗം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗം സമുദ്രത്താൽ കാണപ്പെടുന്ന ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് തെക്ക് ഭാഗമാണ്. പിന്നെ ഹിമവൽ ഭൂവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങാണ്. ലോകത്തിൻ്റെ മേൽക്കൂര പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശയിലേക്ക് തിരിഞ്ഞു പോകുന്ന പർവ്വതങ്ങളാണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ, കുൻലൂൺ, കാരക്കോറം, ടിയാൻഷൻ. ഇതിൽ കാരക്കോറം തുടർച്ചയായ പർവ്വതനിരയാണ്. ടിബറ്റിലെ കൈലാസ നിരയിൽ നിന്നൊക്കെയാണ് ഉത്ഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാമീർ പീഠഭൂമിയെക്കുറിച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ മേൽക്കൂരയാണ് മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലൂൺ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശയിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഇന്ത്യൻ ഭൂപ്രകൃതി 5 ആയിട്ട് തരംതിരിക്കാം. ഉത്തര പർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അടുത്ത തീരസമതലങ്ങൾ, പിന്നെ ദ്വീപ്. അങ്ങനെ നമുക്ക് 5 ആയിട്ട് തിരിക്കാം. അതിന് ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞാൽ കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ വൻമതിൽ പോലെയൊക്കെ നിൽക്കും കാശ്മീർ. ഓക്കെ, ഇതിനെ തന്നെ 3ആയിട്ട് തിരിക്കാം. ഉത്തരപർവ്വത മേഖലയാണ് 3ആയിട്ട് തിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിര. ഇത് കാണപ്പെടുന്ന മണ്ണ് എന്ന് പർവ്വത മേഖലയല്ലേ, അപ്പോൾ പർവ്വത മണ്ണാണ്. അപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെമ്മരിയാട് വളർത്തുന്നത് ഇവിടെ കാശ്മീരിൽ, ഹിമാചൽ പ്രദേശിൽ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി. ഇതിൽ ഈ പർവ്വത മേഖലയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകളാണ്. അപ്പോൾ ഇതിൽ ട്രാൻസ് ഹിമാലയ, കാരക്കോറം, ലഡാക്ക്, സസ്കർ വരുന്നു. ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് വരുന്നു. കിഴക്കൻ മലനിരകളിൽ പത്കായി ബീം, നാഗ കുന്നുകൾ, ഗാരോ ഖാസി, ജൈന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. ആദ്യം നമ്മൾ ട്രാൻസ് ഹിമാലയാണ് പഠിക്കുന്നത്. ഏതൊക്കെ ചേർന്നതാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു. ഗോൾഡിനാസ്റ്റും 8611 മീറ്റർ. മൗണ്ട് കേട്ടു ഗോൾഡിനാസ്റ്റും സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 600 മീറ്ററാണ്. ഹിമാലയ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്ക് ഇടയിൽ. നമുക്കറിയാം, നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഹിമാലയ പർവ്വതനിര, ഇവിടെ ഹിമാലയം, ഇവിടെ കിഴക്കൻ മലനിര. ഓക്കെ,
അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഏകദേശം നീളം എന്ന് പറഞ്ഞാൽ 2400 കിലോമീറ്റർ. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടി ഉൾപ്പെടുന്നത് ഹിമാലയത്തിലാണ്. ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഉൾപ്പെടുന്നത് കേട്ടോ. എവിടെ കിഴക്ക് പ്രദേശങ്ങളിലൊക്കെ പോകുന്നവർ ഇതിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം കേട്ടോ. കാശ്മീർ പ്രദേശത്തിൻ്റെ ഏകദേശം ഉയരം 400 കിലോമീറ്റർ. അരുണാചൽ പ്രദേശിൽ ഇതിൻ്റെ വീതി 150 കിലോമീറ്റർ. അടുത്ത ഹിമാലയ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിൽ സമാന്തരങ്ങളായ 3 പർവ്വതങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ ഹിമാലയം തന്നെ 3: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നമ്മൾ ഹിമാദ്രി നേരത്തെ നോക്കി 600 മീറ്ററാണെന്ന് പറഞ്ഞു. ഗംഗ, യമുന അതിൻ്റെയൊക്കെ ഉത്ഭവസ്ഥാനമാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. ഉദാഹരണം കാഞ്ചൻജംഗ, നന്ദാദേവി. കാഞ്ചൻജംഗ 85, 86, നന്ദാദേവി 81, 26. നമ്മൾ 86, 11 മൗണ്ട് കേട്ടു, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞു അല്ലേ. അടുത്ത ഹിമാചലാണ്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 300 മീറ്ററാണ്. ഷിംല, ഡാർജിലിംഗ് എന്നൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ്. എവിടെയാണുള്ളത്? ഹിമാചലിലാണ്. അപ്പോൾ നമ്മുടെ ഹിമാചൽ, ഈ ചല്ലിലാണ് എന്തോന്ന് ഡാർജിലിംഗും ഷിംലയും ഉള്ളത് സുഖവാസ കേന്ദ്രങ്ങൾ. ഇവിടെ നമുക്ക് എന്തോന്ന് ഗംഗ, യമുനയുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രി, നദി എന്നൊക്കെ പറയുമ്പോൾ അദ്രി, ആ നദികളാണ് കേട്ടോ അതൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ കൊടുമുടിയുണ്ട്. എന്നിട്ട് നമ്മൾ നന്ദാദേവിയും കാഞ്ചൻജംഗയും പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഈ ചല്ലിൽ ഇതെന്തിനാണ് ഡാർജിലിംഗും സിംലയും സുഖവാസ കേന്ദ്രങ്ങൾ. ഈ പർവ്വതങ്ങളുടെ തെക്കേ ചരിവിലായിട്ടാണ്. എല്ലാം തെക്കാണെന്ന് പറഞ്ഞു. ഹിമാലയത്തിൻ്റെ തെക്കെന്നല്ലേ പറഞ്ഞു, ഹിമാദ്രിയുടെ തെക്ക്. ഓക്കെ. ഇത് പിന്നെ സിവാലിക് എന്ന് പറഞ്ഞാൽ ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 12-20 മീറ്റർ. ഹിമാലയ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചു കൊണ്ടുപോകുന്നതിന് പലയിടത്തും തുടർച്ച നഷ്ടപ്പെടുന്നു. നീളമേറിയത് വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ നീളമേറിയതും വിസ്തൃതമായിട്ടുള്ള ഈ താഴ്വരകൾ കാണപ്പെടുന്നു. അതിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഡൂണുകൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലും ഡൂണാണ്. ഡെറാഡൂൺ, ഡൂണല്ല ഡെറാഡൂൺ. ഓക്കെ. അടുത്ത് വന്നിട്ട് മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. മൗണ്ട് കേട്ടു അല്ല, ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടി കൊടുന്നുണ്ട് മൗണ്ട് കേട്ടു അല്ലേ, ഗോൾഡ്വിൻ ആസ്റ്റ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം എവറസ്റ്റാണ്. ഏത് പർവ്വതത്തിൽ? അത് ഹിമാലയൻ പർവ്വതത്തിലാണ്, നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉയരം 85 അല്ല 88, 48. 88, 48. നമ്മൾ 86, 11 ഏത് പഠിച്ചു? ഗോൾഡ്വിൻ ആസ്റ്റിൻ പഠിച്ചു. അതെവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ. ഇത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയതാണ് എവറസ്റ്റ്. അതിൻ്റെ ഉയരം 88, 48. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തിഥീസ് എന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ടതാണ് ഹിമാലയം. അതൊന്നും മടക്ക് പർവ്വതമാണ്. ഉത്തരപർവ്വത മേഖലയിൽ ചുരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സ്വാഭാവിക മലയിടക്ക് ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളുമാണ്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നല്ല പോലെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ കൊള്ളാം. അപ്പം ആദ്യം പറഞ്ഞ ലിപു ലേക്കാണ്. അപ്പം നമ്മൾ ഉത്തരം പറയുന്ന ലിപ്പു ഉണ്ടല്ലേ, അതാണ് ഇതിന് കണക്ഷന്. എല്ലാത്തിനും കണക്ഷനൊന്നുമില്ല. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില എന്ന് പറഞ്ഞാൽ ഒരാൾ ഹിമാചൽ പ്രദേശിലോട്ട്, ടിബറ്റും ഹിമാചൽ പ്രദേശിലോട്ട് ഒരു ബോട്ടിൽ പോവുകയാണ് കേട്ടോ, ഹിമാചൽ പ്രദേശിലോട്ട് ടിബറ്റിലോട്ട്. ഓക്കെ. സോജില എന്ന് പറഞ്ഞാൽ ശ്രീനഗർ, കാർഗിൽ. അപ്പോൾ എനിക്ക് ഒരു അങ്കിളുണ്ട്, കാർഗിൽ യുദ്ധത്തിൽ മരിച്ച അങ്കിളാണ്. അപ്പോൾ അങ്കിളിൻ്റെ അപ്പോൾ മോളുടെ പേരെന്ന് ഭാര്യയുടെ പേരെന്ന് സോജ, അങ്ങനെ എന്തോ. അപ്പോൾ അത് സോജില കാർഗിലാണ്. അപ്പം ശ്രീനഗർ, കാർഗിൽ അത് കിട്ടും. പിന്നെ നാദുല സിക്കിം, ടിബറ്റ് നമുക്ക് എപ്പോഴും വരുന്നതാണ്. പിന്നെ ബൈനിഹാൾ ജമ്മു കാശ്മീർ, ശ്രീനഗർ. ഒരു ബനിയനിട്ട് ഒരു ശ്രീനഗറിലോട്ട് ഒരാൾ പോയിന്ന് അല്ലെങ്കിൽ ഓർത്താൽ മതി.
അടുത്ത് ബാർഡുങ്കിലാർ സിയാച്ചിൻ ഗ്ലേസിയറാണ് കേട്ടോ. അപ്പോൾ ലേ സിയാച്ചിൻ ഗ്ലേസിയർ, റോഹ്താങ് കുറേ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കൊടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ, റോഹ്താങ് നമുക്കൊരു റോപ്പ് പോലെയൊക്കെ. കുളു സിപ്തി താഴ്വര, ഭരാച്ചല, ലാഹോർ ലഡാക്ക്. അടുത്ത് ചലപ്ചല ചുരം, സിക്കിം ലാസ. ഇതിൽ തന്നെ നമുക്ക് കേട്ടാം ഈ ലാസ ചലപ്ചല സിക്കിം ലാസയാണ്. അടുത്ത് ബോഡിങ്കിലാർ ചുരം, അരുണാചൽ പ്രദേശും ടിബറ്റും ആണേ. അതെന്തൊക്കെ ഞാൻ മണ്ടം കോടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് ടിയാങ് ആണ്, അരുണാചൽ പ്രദേശ് ഓക്കെ, ഇതിനാണ് ഡി അരുണേ വേണ്ടേ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഡി അരുണേ വേണ്ടേ മാണ്ടലെ. അപ്പോൾ ടിഹാങ് അരുണ മാണ്ടിലെ. ഓക്കെ, പാലക്കാട് വന്നിട്ട് പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂറിനെയാണ്. ജസ്റ്റ് എല്ലാം ഓർത്ത് വെച്ചോ, കുറേ പ്രാവശ്യം വായിക്കുമ്പോഴേ കിട്ടും. അടുത്ത് കിഴക്കൻ മരനിരകളാണ്. മൂന്നാമത്തെ ഇതുണ്ടല്ലോ, അത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറഞ്ഞാൽ 500 മുതൽ 3000 വരെ. അറിയപ്പെടുന്ന മറ്റൊരു പേര് പൂർവാചലാണ്. ഈ കിഴക്കൻ മരനിരകളിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂർവാചൽ. ലോകത്തിലെ തന്നെ ഏറ്റവും മഴ ലഭിക്കുന്നത് ഈ ചിറാപുഞ്ചി, അതിവിടെയാണ് പൂർവാചൽ. ഇവിടെയാണ് ചിറാപുഞ്ചി കിഴക്കൻ മരനിര അല്ലെങ്കിൽ പൂർവാചലിലാണ്. നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകളും ഉണ്ട് ഇവിടെ. കാരണം വെച്ചാൽ മഴ ഉണ്ടല്ലോ, അതുകൊണ്ട് മഴക്കാടുകളുണ്ട്. അപ്പോൾ ഹിമവാന്റെ ജനനമാണ് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും ഇടയിലെ തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ ചുരുണ്ട് അങ്ങനെ എന്തോ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇതിന് തെളിവ് എവിടെയെന്ന് വെച്ചാൽ സമുദ്രജീവികളുടെ ഫോസിലാണ്. ഹിമവാന്റെ അടിത്തട്ടിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൃഗസംരക്ഷണം. നമ്മൾ നേരത്തെ ആ ഹിമാലയ പർവ്വത മണ്ണുണ്ട്, അവിടെ ചെമ്മരിയാട് കാശ്മീരിൽ അങ്ങനെയൊക്കെ വളർത്തുന്നു എന്ന് പറഞ്ഞു. കാശ്മീരും ഇവിടെ ഹിമാചൽ പ്രദേശിലും ചെമ്മരിയാടുകൾ വ്യാവസായിക. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മൃഗപരിപാലനം തന്നെയാണ് ചെമ്മരിയാടുകൾ പോലെ. കാരണം മൃഗപരിപാലനം ഇവിടെ പുൽമേടുണ്ട്. വ്യവസായ അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകൾ ഇത് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, ചെമ്മരിയാടുകളെ ഇതും അവിടുത്തെ അത് നമ്മൾ എഴുതിയ സാധനം തന്നെയാണ് കേട്ടോ. എന്തടിഞ്ഞുകൂടിയാണ് സിവാലിക് താഴ്വര മേഖല? പർവ്വതനിരയിൽ നിന്നുള്ള ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന ഏക്കർ കൃഷി ചെയ്യുന്നത് ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില, ഉരുളക്കിഴങ്ങ്. ബാർലി, കുങ്കുമപ്പൂവ്, അപ്പോൾ ബാർലി, സാഫ്രോൺ, ആപ്പിൾ, ഓറഞ്ച്, തേയില, ഉരുളക്കിഴങ്ങ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ആസാം. നമ്മൾ എക്സാമിന് കണ്ടിട്ടുണ്ട്. വിദേശ സഞ്ചാരി. അപ്പോൾ ഇവിടെ അറിയാമല്ലോ, സിംല, ഡാർജിലിംഗ്, കുളു, മണാലികളൊക്കെ ഹിമാചല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഉത്തരപർവ്വത മേഖലയിലെ പ്രാധാന്യമാണ്. വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ ഈ പർവ്വത മേഖല. പിന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. ശൈത്യകാലത്ത് വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി. നദികളുടെ ഉത്ഭവം. ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരങ്ങൾ. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളെ ഹിമാനികൾ. മഹാനദികൾ ജന്മമെടുക്കുന്നതെങ്ങനെ? മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ഇത് ഹിമാലയ നദികൾ എന്നറിയപ്പെടുന്നു. താഴ്വരയിലെ ധാരാളമായി മഴയും നദികൾ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. പ്രധാന ഹിമാലയ നദികളാണ് ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ നമ്മൾ സിന്ധുവിൻ്റെയും ഗംഗയുടെയും യമുനയുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം സിന്ധു ഗംഗയാണ് അല്ല, ഗംഗയുടെ യമുനയുടെ അല്ലേ, യമുന ഇവിടെ ഹിമാദ്രി. ഓക്കെ, അടുത്ത് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ബംഗാളി ജമുന. അപ്പോൾ ബംഗാളി ജമുന എന്നാണ് ബംഗ്ലാദേശ്. ടിബറ്റിൽ ടിബറ്റിലോട്ട് പൊക്കോ. അടുത്ത്
നമ്മളിതിനകത്ത് നമ്മൾ പറഞ്ഞ ഈ 3 നദി, ഹിമാലയൻ നദികളുടെ ഉത്ഭവം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ നദി സിന്ധു ആണെങ്കിൽ ടിബറ്റിലെ മാനസ സരോവർ അറിയായിരിക്കുമല്ലോ. 2880 കിലോമീറ്റർ. ഇന്ത്യയിൽ 709 ഒഴുകുന്നുള്ളൂ കേട്ടോ. ബാക്കി പാകിസ്ഥാൻ്റെ ജീവിതരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സിന്ധുവാണേ. ഇതിൽ നമ്മുടെ ഈ സിന്ധു മാത്രം അറബിയുടെ കൂടെ ഒളിച്ചോടി കേട്ടോ. ബാക്കി രണ്ടുപേരും ബംഗാളികൾ തന്നെ. ഈ സിന്ധു മാത്രം അറബിക്കടലിലാണ്. ബാക്കി 2 പേരും ബംഗാളികൾ. അപ്പം ഈ സിന്ധുവിൻ്റെ കാര്യം പറഞ്ഞു. പാകിസ്ഥാൻ്റെ ജീവരേഖയാണ്. എന്നിട്ട് പാകിസ്ഥാനിലെ കുറേ അറബി പോലത്തെ ആൾക്കാരൊക്കെ ഉള്ളു. ചെറുതായിട്ടും കോഡായിട്ടൊന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. അപ്പം അതിനകത്ത് ചലഞ്ചിന് അവർ ബിബിയ, സത്ലജ്. അപ്പം ഇതൊക്കെയാണ് പോഷക നദികൾ. ഒഴുകുന്ന സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീരാണ്. സിന്ധു അറബിയുടെ കൂടെ പോയി എത്തിച്ചേരുന്ന അറബിക്കടൽ സിന്ധു സാഗർ. ഓക്കെ. ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗോത്രി ഗോത്മുഖി ഗുഹയിൽ നിന്നാണ് ഉത്ഭവം. മറ്റ് 2880 2500. ഓക്കെ. ഇന്ത്യയിൽ ഇത്രയായിരിക്കും. യമുന ഗംഗയുടെ പോഷക നദിയാണ് കേട്ടോ യമുന. അപ്പം അവർ 2 പുരമാണ് ഇവിടെ ഹിമാദ്രിയിലുള്ളവർ. യമുന, ഗോമതി, സോൺ, ഘാഘര, ഘാഡക്, കോസി. ഇത് എവിടെയൊക്കെയാണ് ഒഴുകുന്നത്? ഉത്തരാഖണ്ഡ്, UP, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, അറിയാലോ ബംഗാൾ ഉൾക്കടൽ, ബ്രഹ്മപുത്ര, അതുപോലെ ടിബറ്റിലെ ചെമയുങ്തും ഹിമാനി. 2900, 2500, 2880. തിസ്ന, സുബാൻസിരി, മാനസ്, ലോഹിത്. അപ്പോൾ ഈ ഒത്തിരി ഇതുള്ള പേരുകളാണ്. ഇത് അരുണാചൽ പ്രദേശ്, ആസാമിലൂടെ ഒഴുകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നുമുണ്ട്. ഓക്കെ. അടുത്ത് നമ്മൾ പറയുന്നത് ഉത്തരമഹാസമതലമാണ്. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വേവിച്ചെടുക്കുന്ന എക്കൽ മണ്ണാണ് അതിനകത്തുള്ളത്. മറ്റ് പർവ്വത മേഖലകളിൽ പർവ്വതമണ്ണും, മഹാസമതലത്തിൽ എക്കൽ മണ്ണും, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമൊന്നും അറിയപ്പെടുന്നു. ഉത്തരമഹാസമതലം കുറേ സംസ്ഥാനങ്ങളുണ്ട്, അത് നോക്കണമെങ്കിൽ. ഹിമാലയത്തിൻ്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വത നിരകൾക്ക് സമാന്തരമായി 2000 മീറ്റർ അധികം താഴ്ചയുള്ള അഗാധ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടു. ഇത് രൂപീകരിക്കുന്ന വേളയിൽ തെക്ക് ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്ന് വരുന്ന നിക്ഷേപണ പ്രക്രിയകളുടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു. ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകൾ കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിച്ച് സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങൾ. മഹാസമതലത്തിൽ എന്താണ്? എക്കൽ മണ്ണാണ് കേട്ടോ. സമതലത്തിൻ്റെ പേര് രൂപീകരണ കാരണമാകുന്ന നദികളാണ് പഞ്ചാബ്, ഹരിയാന സമതലവും സിന്ധുവും പോഷകമാണ്. അപ്പോൾ നമുക്ക് പഞ്ചാബ് എന്ന് പറയുമ്പോഴേ സിക്ക് എന്നുള്ള ഒരു സിന്ധു പോഷക നദി. പഞ്ചാബ്, ഹരി. അപ്പോൾ പഞ്ചാബി ഹൗസിൽ ഹരി ഉണ്ടല്ലോ. അപ്പോൾ പഞ്ചാബി, ഹരിയാന എന്ന് പറഞ്ഞാൽ സിന്ധു പോഷക നദികൾ. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഹർ സമതലങ്ങളാണ്. രാജാവ് മരിക്കാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം നമുക്കറിയാലോ രാജസ്ഥാനം മരുസ്ഥലി ബാഹർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൂണി ആയിരിക്കും. ലൂണി, സരസ്വതി എന്നല്ല അവിടെ കൂടെ ഒഴുകുന്നത്. ഭൂമിക്ക് അടിയിൽ കൂടെ ഒഴുകുന്നതാണ്. ഗംഗയും പോഷക നദിയും. അസാമിലെ ബ്രഹ്മപുത്ര സമതലത്തിലെ ബ്രഹ്മപുത്രയും പോഷക. അപ്പോൾ പഞ്ചാബ്, ഹരിയാന, സിന്ധു, രാജസ്ഥാൻ മരുസ്ഥലി ബാഹർ, ലൂണി, സരസ്വതി. ഗംഗാ സമതലത്തിൽ ആരാണ്? ഗംഗയും പോഷക. അസാമിലെ ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രയും പോഷക നദി. ഇന്ത്യയുടെ ധാന്യപുരയാണ് ഉത്തരമഹാസമതലം. എന്താണ് അവിടുത്തെ മണ്ണ്? എക്കലാണ്. വിള ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ കേട്ടോ. ജനങ്ങൾ കൂടുതൽ ഈ മഹാസമുദ്രത്തിൽ പഞ്ചാബ്, ഹരിയാന കൃഷി ചെയ്യുന്നത് ഗോതമ്പ്, ചോളം. അപ്പോൾ നമുക്കറിയില്ല പഞ്ചാബി ഹൗസിലൊക്കെ ഗോതമ്പ്, ചോളം, കരിമ്പൊക്കെ ഉള്ളൂ കേട്ടോ. രാജസ്ഥാനിലും മരുഭൂമി.
അടുത്ത ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് താർ മരുഭൂമി കേട്ടോ, രാജസ്ഥാനിലും. ഇതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഈ മരുഭൂമിയാണ്, ജയ്സാൽമീർ താർ മരുഭൂമി തന്നെ. മരുഭൂമിയിലെ മണ്ണ് എന്താണെന്നാണ് ലവണ മണ്ണ്, ലവണം ഉപ്പൊക്കെയുള്ള മണ്ണ്. ഓക്കെ, ലവണാംശമുള്ള ഈർപ്പമില്ലാത്തൊരു മണ്ണാണ് കേട്ടോ. രാജസ്ഥാൻ പ്രധാന കൃഷി എന്താണ്? ബജ്റയും ജോവറും, ചെറിയ ധാന്യം പോലത്തെ ബജ്റയും ജോവർ. ഈ സമതല രൂപീകരണത്തെ പ്രധാന പങ്ക് വഹിച്ച നദികളെന്ന് ലൂണി, സരസ്വതി കേട്ടോ, രാജസ്ഥാൻ. അടുത്ത ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ ഇതിലും പിന്നെ ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഉപദ്വീപീയ പീഠഭൂമി എന്തിനാന്ന്? ശിലയിൽ നിന്നും. അപ്പോൾ ആ ശിലകളെ നിർമ്മിതം ഉപദ്വീപീയ പീഠഭൂമി. വിസ്തൃതവും പഴക്കം ചെന്നതുമാണ്. പിന്നെ ശില എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു ആൻറ്റിക്കായിട്ട് ഓർമ്മ വരും കേട്ടോ, ആൻറ്റിക്. അപ്പം അങ്ങനെ പഴക്കം. ഇവിടെ ഏറ്റവും ഉയരമുടെ കൊടുമുടി എന്താണ്? ആനമുടി. ആനമുടിയാണ് ഇവിടെ ഏറ്റവും ഉയരമുടിയ കൊടുമുടി. ഇവിടെ ദ്വീപിയയിൽ എത്രയാണ് അതിൻ്റെ ഉയരം? 2695. ഓക്കെ, അപ്പോൾ ഇടുക്കിയിലാണ് ഒരു ആന എന്ന് വെച്ചാൽ ഒരു ഇടുക്കൽ കൊണ്ടിരിക്കുകയാണ് ഒരാന. ഓക്കെ, അതങ്ങനെ പഠിച്ചു. ഉപദ്വീപീഠ വിളിക്കുന്ന ധാതുക്കളുടെ കലവറ. അത് നമുക്ക് എക്സാമിൽ ചോദിക്കാം. മറ്റേതെന്താണ്? അതിപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്ന്. പിന്നെ നമ്മുടെ ഇവിടെ മഴ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ദ്വീപിലൊക്കെ മഴ. ഇവിടെ എന്തോ സസ്യജാല ഉഷ്ണമേഖല ഇല്ല പൊഴിഞ്ഞു പോയ പിന്നെ മഴ ഉണ്ടാവുമോ? മഴയില്ല. അത് അവിടെയാണെങ്കിൽ എവിടെ മഴ എപ്പോഴുള്ള ചിറാപുഞ്ചി, നമ്മുടെ പൂർവാഞ്ചലിൽ കിഴക്കൻ പർവ്വത മേഖലകളിൽ അല്ലേ. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ മേഖല മഴക്കാടുകളുണ്ട് അല്ലേ ഇവിടെ. അപ്പം ഇവിടെ വന്നിട്ട് മഴയില്ല കേട്ടോ, ദ്വീപിൽ മഴയുമില്ല, പൊഴിയും കാടൊക്കെയാണ്. ധാരാളം മഴ ലഭിക്കുന്നത് പശ്ചിമഘട്ട നിരകളുടെ പടിഞ്ഞാറൻ ചരിവിലാണ്. പശ്ചിമഘട്ട നിരകളുടെ പടിഞ്ഞാറൻ ചരിവിലുള്ളത് മഴക്കാടുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുണ്ടായതാണ് ഇവിടെ. ഡെക്കാന് ആഗ്നേയശിലകൾ. ഏത് ആഗ്നേയശില? ഡെക്കാൻ എന്ന് വെച്ചാൽ ഒരു ബസാൾട്ട് ആഗ്നേയശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാന് ബസാൾട്ട്. അപ്പോൾ അതുകൊണ്ട് നിർമ്മിതമായതാണ്. കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. അപ്പം ഇവിടെ ദ്വീപ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ആ കറുത്ത ആനയും ഒക്കെ അല്ലേ. അപ്പം ഇവിടെ കറുത്ത മണ്ണും കൂടെയാണ് കേട്ടോ. ഇവിടെ കറുത്ത മണ്ണ് ഇവിടെ ഉള്ളത് ദ്വീപിൽ. അവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ മരങ്ങളുണ്ട്. തേക്ക്, സാല്, ചന്ദന, മുളയൊക്കെയുണ്ട്. പിന്നെ കാണുമ്പോൾ മണ്ണ് കറുത്ത മണ്ണ്, അനുയോജ്യമായ കൃഷി പരുത്തി മണ്ണ്. ഓക്കെ, ഓൾസോ കറുത്ത പരുത്തി മണ്ണും. അടുത്ത് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങൾ കാണുമ്പോൾ മറ്റൊരു മണ്ണാണ് ചെമ്മണ്ണ്. ഓക്കെ, ചെമ്മണ്ണ്. ദ്വീപീയ പീഠഭൂമിയിൽ കറുത്ത മണ്ണുണ്ട്, അടുത്ത ചെമ്മണ്ണുണ്ട്. ഇവിടെ ഫലവിഷ്ട ഇത് ചെമ്മണ്ണിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ അംശമാണ്. മൺസൂൺ മഴ ഇടവിട്ടുള്ള വേലൻ മാറിയപ്പോൾ പ്രദേശങ്ങൾ രൂപപ്പെടുന്ന ലാറ്ററൈറ്റ്. ഇപ്പോൾ മൺസൂണും മഴയും ഇടവിട്ട് വേനൽ അങ്ങനെയൊക്കെ വരുന്നിടത്തൊരു ലാറ്ററൈറ്റാണ് കേരളത്തിൽ. നമുക്ക് മൺസൂൺ മഴയുണ്ട്, ഇടവിട്ട് വേനൽക്കാലമുണ്ട്. അപ്പം നമ്മൾ ഇവിടെയൊക്കെയുള്ളത് ലാറ്ററൈറ്റ് മണ്ണാണ്. അടുത്ത സവിശേഷതകളാണ് ദ്വീപിൻ്റെ ആരവല്ലി പർവ്വതനിര ഉണ്ട്. ഭൗതിക സവിശേഷത: കച്ചുദ്വീപ്, കാത്തിയവ, മാൾവ പീഠഭൂമി, വിന്ധ്യ നിരകൾ, സത്പുര, ഛോട്ടാ നാഗ്പൂർ. ഡെക്കാൻ പീഠഭൂമിയിലെ ബസാൾട്ട് അല്ല, ഡെക്കാൻ ബസാൾട്ട്. ഓക്കെ, പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം. അടുത്ത ഉപദ്വീപീയ പീഠഭൂമി പ്രധാന കൃഷികളാണ്. ദ്വീപിൽ പരുത്തി. നമുക്കറിയില്ല, കറുത്ത മണ്ണുള്ളതുകൊണ്ട് നമുക്കവിടെ പരുത്തി ചെയ്യാം. പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക്. പ്രധാന ധാതുക്കൾ ഇരുമ്പ്. നമുക്കറിയാം ചെമ്മണ്ണുണ്ടെന്ന് പറഞ്ഞാൽ ചെമ്മണ്ണും. അതിന് കാരണം ഇരുമ്പ്. അപ്പോൾ ഉള്ളത് ഇരുമ്പ്, കൽക്കരി, മാംഗനീസ്. ഇരുമ്പ് ഉണ്ടാകുമ്പോൾ തന്നെ മാംഗനീസ് അതിൻ്റെ അതിൻ്റെ പ്രധാന സാധനമല്ലേ. നമ്മുടെ ഇരുമ്പ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പ്രധാന സാധനമല്ലേ മാംഗനീസ്, ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ അയിര്.
ചുണ്ണാമ്പ് കല്ല്, അത് തൊഴിൽ, കൃഷി, ഖനനം, ധാതു അവശിഷ്ട വ്യവസായം. ഉപദ്വീപീയ നദികൾ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ വേനൽക്കാലത്ത് വെള്ളം കുറവാണ്. പടിഞ്ഞാറ് ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ, താപ്തി. ഇപ്പോൾ നർമ്മദയെ താപ്തി നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മഹാനദി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് നല്ല ആളാണ് നർമ്മദ, താപ്തി. അല്ലെങ്കിൽ നിങ്ങൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയുടെ കൂടെ കിഴക്ക് പോകേണ്ടി, അല്ലെങ്കിൽ കിഴക്ക് വാങ്ങിക്കേണ്ടി വരും കേട്ടോ. അത് നിങ്ങൾ നർമ്മദയും താപ്തിയും പഠിക്കുക നല്ലവണ്ണം. അപ്പം ഉപദ്വീപീയ നദികൾ ഏറ്റവും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ഇടയ്ക്ക് ചോദിക്കാറാണ്, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഉപദ്വീപീയ നദികൾ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. മിക്ക ഉപദ്വീപീയ നദികൾ വെള്ളച്ചാട്ടം സാധാരണ. അപ്പോൾ ഈ വെള്ളച്ചാട്ടം ഏറ്റവും ഉയരം കൂടി നമ്മുടെ ജോഗ് 225 മീറ്ററാണ്. ശരാവതി ജോഗ് ഫോൾസിലാണ്. അടുത്ത് ഉത്ഭവം, നീളം, പ്രധാന നദികൾ ചെന്നെത്തുന്ന കടൽ. മൈക്കല നിരകൾ മധ്യപ്രദേശിലാണ് 857. ഇബിഡല്ല് മൈക്ക് വെച്ച് ഇബിഡല്ല് വല്ലതും, വല്ലതും ടെല്ല് മൈക്ക് വെച്ച് ബംഗാൾ. ഓക്കെ, ഉത്ഭവിക്കുന്നത് അതിൽ ചെന്നെത്തുന്നത് കേട്ടോ. അടുത്ത പശ്ചിമഘട്ടം മഹാരാഷ്ട്ര, നാസിക്ക് 1465 കിലോമീറ്റർ. ഇന്ദ്രാവതി, ശബരി, അപ്പോൾ നമുക്ക് എന്ത് മഹാസംഭവം, ഇന്ദ്രനീലക്കല്ലും ശബരിമലയിലൊക്കെ പോകുന്നതൊക്കെ. അപ്പം മഹാരാഷ്ട്ര, നാസിക്, പശ്ചിമഘട്ടം, ബംഗാൾ ഉൾക്കടൽ, പശ്ചിമഘട്ടം മഹാബലേശ്വർ കുന്ന്, ഭീമ, തുംഗഭദ്ര. ഇതൊന്ന് കുറേ ദിവസം വായിക്കണം എടുത്ത് വെച്ച്, അപ്പോൾ വല്ലതും കിട്ടും. അടുത്ത് കാവേരിയെ കുറിച്ചാണ് പറയുന്നത്. കാവേരി വന്നിട്ട് പശ്ചിമഘട്ടത്തിൽ ബ്രഹ്മഗിരി നിലകൾ, കർണാടക 800 കിലോമീറ്ററാണ്. കബനി, അമരാവതി, ബംഗാൾ ഉൾക്കടലിൽ. ഇവിടെ നർമ്മദയും താപ്തിയും പറഞ്ഞ അറബിക്കടലിൽ പതിക്കുന്നു. അവർ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് കേട്ടോ, പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ബാക്കിയെല്ലാം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ആൾക്കാരാണല്ലേ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവരാണ് ഈ കിഴക്കോട്ട് പോകുന്നവരൊക്കെ അല്ലേ. ഓക്കെ, ഇവർ മൈക്കല നിരകളാണ്. ഇവിടെ എന്തോ മൈക്കല നിരകൾ നോക്കിയല്ലോ നമ്മൾ, ഡെല്ല് വന്നിട്ട്. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ. താപ്തി അതുപോലെയാണ്. മുൻതായ് പീഠഭൂമി മധ്യപ്രദേശിലെ 724 കിലോമീറ്റർ. അനർഗർണ അപ്പോൾ പോഷക നദിയായിരിക്കും കേട്ടോ. ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളുമാണ്. ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മരനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, പർവ്വതത്തിൽ നിന്നും പീഠഭൂമിയിൽ നിന്നും. അടുത്ത അതിവിഷ്ടമായ വൃഷ്ടി പ്രദേശമാണ്. ഇത് വിസ്തൃതി കുറവാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ ആനയെ അവിടെ വച്ചിട്ട് ഇടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ ദ്വീപം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ സ്ഥലമാണ്. ഇത് അത്യവിസ്തൃതമാണ്. നമുക്ക് മലയാണ്, അങ്ങ് പരന്ന് കിടക്കുന്ന മലയാണ്. അത് അപരതിന് തീവ്രത കൂടുതൽ, അവരതിന് തീവ്രത ഇവിടെ കുറവാണ് കേട്ടോ. ഇടുങ്ങിയ സ്ഥലത്ത് എന്തോന്ന് തീവ്രത. അപ്പോൾ പർവ്വത മേഖലയിലെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു. ഇത് കാഠിന്യമേറിയ ശിലകളാൽ ഒഴുകുന്ന അഗാധ താഴ്വരകൾ സൃഷ്ടിക്കും. കാരണം നമുക്ക് ഇടുങ്ങിയതുകൊണ്ട് തന്നെ നല്ല താഴ്വരയെ സൃഷ്ടിക്കും. നല്ല ഗിരികന്ധരങ്ങൾ ഇവിടെ അല്ലേ. ഓക്കെ, ഉയർന്ന ജലസേചന ശേഷി. ഇവിടെ ഇടുങ്ങിയ സ്ഥലത്ത് കുറച്ചല്ലേ കിട്ടും, ഇവിടെ ഉയർന്നതാണ് കേട്ടോ. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ഗതാഗതത്തിന് സാധ്യത. ഉൾനാടൻ ജലഗതാഗത സാധ്യത. ഇടുങ്ങിയ സ്ഥലത്ത് എന്തോന്ന് ഗതാഗതമല്ലേ ദ്വീപിൽ. അപ്പം മറ്റേ ഹിമാലയം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇതുണ്ടല്ലേ, കുറച്ചുകൂടെ നമുക്ക് വിസ്തൃതം, അപരത്തിന് തീവ്രത കൂടുതൽ, വളഞ്ഞു ഒഴുകുക, ജലസേചന ശേഷി കൂടുതൽ, ഗതാഗതത്തിന് സാധ്യത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ നമ്മുടെ നദീതീരങ്ങളും അവിടുത്തെ നദികളാണ്. ന്യൂഡൽഹിയിലെ നദി യമുന, ആഗ്ര യമുന, വാരണാസി ഗംഗ, വാരണാസി നരേന്ദ്രമോദിയുടെ ഗംഗ, അലഹാബാദ് ഗംഗ, പാറ്റ ഗംഗയെ പാറ്റയെ കണ്ടു, ഗംഗയെ പാറ്റയെ കണ്ട് പേടിച്ചു ഗംഗ. ഗുവാഹട്ടി ബ്രഹ്മപുത്ര, ബ്രഹ്മാവിൻ്റെ ഗുഹ. കൊൽക്കത്ത ഹൂഗ്ലി. ഓക്കെ, അത് എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് കേട്ടോ. ലുധിയാന സത്ലജ്. സത്യമാണോ ലുധി. ശ്രീനഗർ ചലം. അഹമ്മദാബാദ് സബർമതി. നമ്മുടെ ഗാന്ധിജി ഓർത്താതെ അഹമ്മദാബാദ്, സബർമതി. സൂറത്ത് താപ്തി, വിജയവാഡ കൃഷ്ണ. തഞ്ചാവൂർ കാവേരി, കുടക് കാവേരി. തഞ്ചാവൂർ ബൊമ്മക്കാരി കാവേരിക്ക് വായേണ്ടി. അപ്പോൾ തഞ്ചാവൂർ കാവേരി, വിജയവാഡ കൃഷ്ണ. അപ്പം കൃഷ്ണ. കുടക്
കൊടക് കാവേരി, കൊടുക്കങ്ക് കാവേരി. ന്യൂഡൽഹി യമുന, ആഗ്ര യമുന, വാരണാസി ഗംഗ, അലഹാബാദ് ഗംഗ, പാറ്റ്ന ഗംഗ, ഗുവാഹത്തി ബ്രഹ്മപുത്ര, കൊൽക്കത്ത ഹൂഗ്ലി, ലുധിയാനയ്ക്ക് എന്ത് പറഞ്ഞു മക്കളെ? സത്ലജ്, സത്യമാണോ ലുധി. ശ്രീനഗർ ചലം, അഹമ്മദാബാദ് സബർമതി, സൂറത്ത് താപ്തി, വിജയവാഡ കൃഷ്ണ, തഞ്ചാവൂർ കാവേരി, കുടക് കാവേരി. ഓക്കെ, കുറേ നേരം വായിച്ചാൽ നമുക്ക് വല്ലതും ഒക്കെ കിട്ടും. ഗംഗി പാറ്റ് ഗംഗി. അയ്യോ, ഞാനൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വാരി ഗംഗേ അലമ്പി ഗംഗേ പാറ്റ ഗംഗേ, വാരണാസി ഗംഗേ, അലഹബാദ് ഗംഗേ, പാറ്റ്ന ഗംഗേ. ഒരു പാട്ട് അടുത്ത് കുറേ ഉണ്ട്. ഈ പാഠം ഭയങ്കര ബോറായതുകൊണ്ടാണ് ചുമ്മാ ഇങ്ങനെ എടുത്ത് എപ്പോഴെങ്കിലും കേട്ടെങ്കിലും പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തീരാറായി. അല്ലാതെ എനിക്ക് വേറെ വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല. എനിക്ക് തന്നെ കേൾക്കണം, അത്രയൊക്കെ ഉള്ളു. ഓക്കെ, തീരസമതലങ്ങളാണ്. ഇന്ത്യൻ തീരപ്രദേശമാണ്. എടാ ശാലു മര്യാദയ്ക്ക് നോക്കിക്കോ. ഈ തീരസമതലങ്ങൾ അപ്പം നമ്മുടെ ഗുജറാത്ത് റാൻ ഓഫ് കച്ച് തുടങ്ങി. നമുക്ക് തീരപ്രദേശം എന്ന് പറയുമ്പോൾ നമ്മൾ കടൽ കൂടുതലുള്ള ഗുജറാത്തിനെ ഓർമ്മിച്ചു കേട്ടോ. അപ്പോൾ ഗുജറാത്ത് റാൻ ഓഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ 6100 കിലോമീറ്റർ ഉണ്ട്. ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായിട്ട് തിരിക്കാം. പടിഞ്ഞാറൻ തീരസമം, കിഴക്കൻ തീരസമതലം. എന്ന് വെച്ചാൽ പടിഞ്ഞാറ് പച്ച അറബി, ഒരു അറബി ഋതു നമുക്ക് അറിയാമല്ലോ. പടിഞ്ഞാറ് നമുക്കറിയാമല്ലോ അറബിക്കടലാണെന്ന്. അല്ല, ഇവിടെ നർമ്മദ താപ്തിയൊക്കെ ഒഴുകുന്നത് എവിടെയാണ്? പടിഞ്ഞാറ് നമുക്കറിയാമല്ലോ. കിഴക്കൻ അറിയാമല്ലോ, ബംഗാൾ. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അറബിക്കടലിന് പശ്ചിമഘട്ടത്തിനിടയിലാണ്. ഇവിടെ ബംഗാൾ ഒഴികെ പൂർവ്വഘട്ടത്തിന് കിഴക്കൻ സമതലം. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഗുജറാത്ത് റാൻ ഓഫ് കച്ച് മുതലാണ് കന്യാകുമാരി വരെ. ഇവിടെ സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ. അപ്പം റാൻ ഓഫ് കച്ച് കന്യാകുമാരി, അത് സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി. RKKയും SKKയും താരതമ്യേന വീതി കുറവാണ്. ഓക്കെ, ഗുജറാത്ത് അതായത് വീതി ഇത്തിരി കൂടുതലാണ് കിഴക്ക് സമതലം. നമ്മളിവിടെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹിമാലയത്തിൻ്റെ ദ്വീപിൻ്റെ കാര്യത്തിന് പറഞ്ഞ പോലെ ഇവിടെ വീതി കുറവായിട്ട് ഒരു സെക്കൻഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ വന്നിട്ട് വീതി കൂടുതലാണ്, അതൊന്ന് ഓർക്കണേ. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെയൊക്കെ തരംതിരിക്കാം. ഇത് കോറമണ്ഡൽ തീരസമതലം, വടക്കൻ സിർക്കാട് തീരസമതലം എന്നൊക്കെ തിരിക്കാം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇവിടെ ഡെൽറ്റ രൂപീകരണം. ഒന്ന് ഇരുന്ന് പഠിച്ചാൽ കിട്ടും കേട്ടോ. തീരദേശ പ്രദേശം ഉടനീളം കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. തീരദേശങ്ങളിൽ എക്കൽ മണ്ണെന്ന് പറഞ്ഞാൽ ദ്വീപിലും എക്കൽ മണ്ണെന്ന് പറയും. അല്ല, ദ്വീപിൽ കറുത്ത മണ്ണല്ലേ, കറുത്ത മണ്ണാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എക്കൽ മണ്ണ് നേരത്തെ കണ്ടല്ലോ. അത് നമ്മൾ ദ്വീപിൻ്റെ കാര്യം പറഞ്ഞ ഉത്തര മഹാസമതലത്തിൽ എക്കൽ മണ്ണ് കേട്ടോ. തീരദേശ പ്രദേശത്തര മഹാസമതലത്തിൽ എക്കൽ മണ്ണ് കേട്ടോ. എക്കൽ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന നെല്ല്, തെങ്ങ്. തീരദേശ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. തീരദേശമാർക്ക് പിന്നെ വലയും മീനും നമ്മുടെ കടലും ഒക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ കിഴക്കൻ തീരദേശമാർക്ക് പ്രധാന നദി കാവേരി. നമ്മൾ കാവേരി എന്ന തഞ്ചാവൂർ കാവേരി, തഞ്ചാവൂർ തോട്ടക്കാരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. അപ്പോൾ കൊച്ചിയിൽ നിന്നും അറബിക്കടലിലൂടെ ഏകദേശം എത്ര കിലോമീറ്റർ താണ്ടിയത്? 300 കിലോമീറ്റർ. എറണാകുളത്ത് പോയിട്ട് കൊച്ചി പോയിട്ട് ഒരു 300 കിലോമീറ്റർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നമുക്ക് ലക്ഷദ്വീപിലെത്താം. 36 ദ്വീപസമൂഹങ്ങളും 11 ജില്ല. എവിടെയെങ്കിലും ചെന്ന് കയറിപ്പോരുത്, പെട്ടു. ഈ 11 പോകാം. നമുക്ക് കുറേ ആൾക്കാരെയൊക്കെ കാണാം. പ്രധാന ദ്വീപുകൾ ബഗാരം, കടമത്ത്, മിനിക്കോയ് തീരമേ. ആ മിനിക്കോയ് ലക്ഷദ്വീപ് നമ്മുടെ സിനിമയുടെ എന്തോ മാലിക് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. നമ്മുടെ മലയാളത്തിൽ പഠിക്കാനാണ് മാലിക്. എവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മാലിക് ലക്ഷദ്വീപ്. തീരമേ അതിനകത്തുണ്ട് കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അവിഫി, അവിഫിവി, ചെത്തലാത്ത്, ബിത്ര ഏറ്റവും ചെറിയ ദ്വീപും, ആന്ത്രോത്ത്
വലുതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. തലസ്ഥാനം കവരത്തി എന്നും കേട്ടിട്ടുണ്ട് അല്ലേ, കിൽത്തന. അപ്പോൾ നമ്മൾ ഈ 3 ജസ്റ്റ് നോക്കിയാൽ തലസ്ഥാനം കവരത്തി. ഓക്കെ, വേറെ എന്തൊക്കെയാണ് പ്രത്യേകത? ലഗൂണുണ്ട്, മണൽ തീരമുണ്ട്, പവിഴപ്പുറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മണൽ തീരം പവിഴപ്പുറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ തീരമേ മാലിക് അങ്ങോട്ട് പോയെന്ന് ഓർത്തോ. മുഖ്യ ജനവിഭാഗമാണ് സമുദ്രത്തെ ആശ്രയിച്ച് കഴിയുന്നത്. പ്രധാന വരുമാനം മത്സ്യബന്ധനം, വിനോദസഞ്ചാരം. ഒക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ പോവുമല്ലേ, കൊച്ചിയിൽ നിന്ന് 300 കിലോമീറ്ററൊക്കെ കടന്ന് അങ്ങോട്ട് പോവുമല്ലേ. ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ കിഴക്കല്ലേ, കിഴക്ക് പതിക്കുന്ന. ആൻഡമാൻ ദ്വീപ് 200 ദ്വീപുണ്ട്, നിക്കോബാറിൽ 19 ദ്വീപുണ്ട്. ഇതിന് ജനവാസം ഇല്ല കേട്ടോ എങ്ങോട്ട് പോയാലും, മിക്കവാറും ജനനിബിഡങ്ങളാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമുള്ള സജീവ അഗ്നിപർവ്വതം അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. തലസ്ഥാനം പോർട്ട് ബെയറാണ് ആൻഡമാൻ്റെ. ഇതിൻ്റെ കേട്ട് ഇന്ദിര പോയിൻറ്റ്, ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് പറയും നമ്മുടെ നിക്കോബാർ ദ്വീപ് ഉണ്ടല്ലോ. നിക്കോബാർ ദ്വീപ് ഒരു ദ്വീപാണ്. അതിൻ്റെ തെക്കേയറ്റം എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ്, ഇന്ദിര പോയിൻ്റ്. അടുത്ത് നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് പറയുമ്പോൾ അത് ഇന്ദിര പോയിൻ്റ്. ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിര പോയിൻ്റ്, നിക്കോബാർ ദ്വീപിൻ്റെ ദിക്ക് ഇന്ദിര പോയിൻ്റ്. എന്നാ പണികൾ പോയല്ല, രണ്ടും ഇന്ദിര പോയിൻ്റ്. ഓക്കെ, അങ്ങനെ ആ ചാപ്റ്റർ തീർന്നു. വെരി നൈസ്. ഇത് വേറെന്തോ ഇതെല്ലാം SCERT ആണ് സംഭവം. ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഓരോ മേഖല ഞാൻ പലപ്പോഴായിട്ട് എഴുതിയിട്ടില്ല. ഒരു ഇപ്പോൾ കിംസ് എന്ന് കാണുന്നത് ആശുപത്രിയുടെ ഒരു സംഭവമാണ്, ആശുപത്രിയുടെ പേപ്പർ. അതിനകത്ത് പ്രിൻ്റ് എടുത്തിരിക്കുകയാണ് നമ്മുടെ SCERT ചാപ്റ്റേഴ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.